എന്റെ സ്ഥലം ഇതിന് തൊട്ടടുത്താണ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പുതിയ ആളുകൾ ഉണ്ടാവും ഇവിടെ കേൾക്കുന്നത്. ജസ്റ്റ് കൈ വെക്കാവുന്ന പുതിയ ആളുകൾ ഇന്ന് ആദ്യമായിട്ട് കുറിച്ച് കേൾക്കാവുന്നത് ഇതേപോലത്തെ ഒരു മീറ്റിംഗിന് ആദ്യമായിട്ട്. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക്. എന്തായാലും ഇനി അറിയുന്ന ആളുകൾ ഒത്തിരി ഇവിടെ ഉണ്ടാവും, എനിക്കറിയാം. അതേപോലെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്, പുതിയ ആളുകൾക്ക്. എന്തായാലും ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുമ്പോൾ മേ ബി നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ മനസ്സും ഇരുന്നിട്ടുണ്ടാകാം. മേ ബി നിങ്ങൾ ലേറ്റ് ആയിട്ടായിരിക്കാം വന്നത്. മുഴനീളം കേട്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട ആളുകൾ ഉണ്ടാകാം. ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ചില ആളുകളിൽ ചില ആശങ്കകൾ ഉണ്ടാകാം. ഇതെന്താ പരിപാടികൾ കൈമുട്ടിപ്പിക്കുന്നു, കുറെ ആളെന്നല്ലോ വരുമ്പോൾ കൈമുട്ടുന്നു, അവർക്ക് കിട്ടിയ ഇവരെന്തിനാ അവിടെ കൈമുട്ടുന്നു, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ എന്തെല്ലോ തോന്നലുകളിലൂടെയാണ് നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ടിരിക്കുന്നത്. ഇപ്പം കഴിയും കുറെ നേരം സമയം നോക്കുന്നത് അല്ലേ? എന്തായാലും ഒരു സന്തോഷ വാർത്ത ഇതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഞാൻ കൂടിയേ സന്തോഷൂടെ ഞാൻ വേഗം നിർത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഞാൻ കൂടെ ഉള്ളൂ, അപ്പൊ ശരിയായിട്ട് തരാനില്ല. അപ്പൊ നിങ്ങൾ വേഗത്തിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റെഡിയല്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത മേഖലകളിൽ അധ്വാനിച്ച് വരുമാനം നേടുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? അതേപോലെ ജീവിത അനുഭവം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സാമൂഹികമായോ അല്ലെങ്കിൽ പണം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഒത്തിരി മുന്നിലായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഉയരത്തിലായിരിക്കാം, ഒത്തിരി പൊക്കത്തിൽ ഉയരത്തിലുമായിരിക്കാം നിങ്ങൾ എന്നെ കാട്ടിയും. ദേവി അങ്ങനെയും ആയിരിക്കാം അല്ലേ? നിങ്ങൾ ആ കണ്ണോട് കൂടി എന്നെ നോക്കരുത് കേട്ടോ. ആ കണ്ണോട് കൂടി നോക്കുമ്പോൾ എന്നെ കാണൂല. കാരണം നിങ്ങൾ ഐറ്റിലോട്ട് മുകളിലോട്ട്, ഞാൻ താഴോട്ട് നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കാഴ്ചപ്പാടോടുകൂടി കാണുമ്പോൾ ഞാൻ പറയുന്നത് ആ രീതിയിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ആ വെയിറ്റ് ഒക്കെ വിട്ട് നിങ്ങൾ വളരെ കൂളായിരിക്കണം. ഓക്കെ, റെഡിയല്ലേ? എന്നാൽ മാത്രമേ പറയുന്ന കാര്യം മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ഗമിയൊക്കെ ഇട്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല. ഞാനിത് ക്ലാസ് എടുക്കാനോ വന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല കേട്ടോ.